നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളുടെ ബിസിനസിന്റെ കഥ നമ്മളോട് പറയുന്നത്. സ്റ്റോറി ഓഫ് യുവർ ബിസിനസ്. അക്കൗണ്ടന്റിന്റെ അടുത്ത് ചെന്നിരിക്കണം, ഓരോ മാസത്തെ എക്സ്പെൻസ് എടുപ്പിക്കണം. ഇതെന്തിനാ ഇത്രയും പൈസ ചെലവായേ, അതെന്തിനായിരുന്നു, ഈ പൈസ എന്തിൻ്റെയായിരുന്നു. നമ്മൾ എന്തിന് അക്കൗണ്ടന്റിനൊപ്പം ഇരിക്കണം. ഇത് നമ്മളുടെ ബിസിനസ് ആകുന്ന ഫിനാൻഷ്യൽ വെഹിക്കിൾ. ഈ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്ന്. ഈ വണ്ടിക്ക് 3 മിററുണ്ട്. ഒന്ന് ലെഫ്റ്റ് വ്യൂ മിറർ, 2 റൈറ്റിലത്, 3 സെൻട്രലിൽ. ഈ ലെഫ്റ്റ് ആണ് ബാലൻസ് ഷീറ്റ്, റൈറ്റ് ആണ് P&L, സെൻട്രലിലതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 കണ്ണാടിയിൽ കൂടി കാണുന്ന എന്താ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഷീൽഡ് ഉണ്ട്, ഇതിൽ കൂടി കാണുന്നത് മുന്നോട്ടേക്കുള്ള കാഴ്ച. അതിന്റെ പേരാണ് ബഡ്ജറ്റ്. എന്തിനാ അക്കൗണ്ടന്റിനൊപ്പം ഇരിക്കുന്നത്? കഴിഞ്ഞ മാസം നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അടുത്ത മാസം എന്തൊക്കെ ചെലവുണ്ട്, എന്തൊക്കെ വരുമാനമുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ എല്ലാ മാസവും ഒരു ദിവസമെങ്കിലും അക്കൗണ്ടന്റിൻ്റെ കൂടെ ഇരിക്കണം, എല്ലാ ആഴ്ചയിലും ഇരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ ഒരു ഉപദേശം, നിങ്ങൾ ആദ്യം വെക്കേണ്ട എംപ്ലോയി ഒരു അക്കൗണ്ടൻ്റാണ്. ഇനി അക്കൗണ്ടന്റ് ഉള്ളവരോടൊരു കാര്യം, നിങ്ങളുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് അക്കൗണ്ടന്റിന്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കണം. അവരെ പെർമനന്റ് ആയിട്ട് വെച്ചില്ലെങ്കിലും ഫ്രീലാൻസ് ആയിട്ടാണെങ്കിലും ശരി, കൺസൾട്ടൻസിനെ വെക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടന്റിനെ. നിങ്ങളുടെ അക്കൗണ്ടന്റിന്റെ ക്വാളിറ്റി നോക്കിയാൽ അറിയാം നിങ്ങളുടെ ബിസിനസിന്റെ ക്വാളിറ്റി.